ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബനാന ബ്രെഡ്. നമ്മുടെ വീട്ടിൽ അധികം പഴുപ്പായ പഴമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാതെ അതുകൊണ്ട് നമുക്ക് നല്ല ബ്രെഡ് ഉണ്ടാക്കാം. അപ്പോൾ ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ ഒത്തിരി ഈസിയാണ്. എങ്ങനെ ബനാന ബ്രെഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ടുഡേ വി ആർ ഗോണ മേക്ക് ബനാന ബ്രെഡ്. ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ഇറ്റ്. നമുക്ക് ആദ്യം തന്നെ വേണ്ടതാണ് ഒരു വലിയ സ്റ്റിക്ക് ബട്ടർ. ഈ ബട്ടർ 4 ounce ഉണ്ട് ഈ ഒരു സ്റ്റിക്ക്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, ഷുഗറും ബട്ടറും കൂടെ കൂടി. ഇതിലേക്ക് നമുക്ക് 3 ഓവർ റൈപ്ഡ് ബനാന ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യുക. ഞാൻ എടുത്തിരിക്കുന്ന റോബസ്റ്റ പഴമാണ്. ഈ പഴം നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഉടച്ചു കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ കൂടി നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് ബീറ്റർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കൈകൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് റെഡിയായി. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ വനീല എക്സ്ട്രാക്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ചീഞ്ചട്ടിയിലേക്ക് 1 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് കാശുനണ്ടിയുടെ പീസസ്, കുറച്ച് ബദാമിൻ്റെ പീസ് ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റെഡിയായി. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബനാന ബ്രെഡിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സ് തണുത്തു. ഇനി ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബനാന ബ്രെഡിൻ്റെ ബാറ്റർ റെഡിയായി. ഈ പാനിലാണ് നമ്മൾ ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി വച്ചിരിക്കുന്നതാണ് ഈ പാന്. ഇതിലേക്ക് നമ്മുടെ ബനാന ബ്രെഡിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 50 to 55 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ട് 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബനാന ബ്രെഡ് ഓവനിൽ നിന്ന് എടുത്തു. എന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കി. നല്ല സൂപ്പറായിട്ട് കിട്ടി നമുക്ക്. ഇതാണ് അതിൻ്റെ അടിവശം. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് സൈഡ് തിരിച്ചിട്ടിട്ട് ഇതൊരു പീസ് മുറിച്ചെടുക്കാം. എന്ത് നന്നായി വന്നു. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഓവർ റൈപ്പായ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും കളയണ്ട. ഇതുകൊണ്ട് ബനാന ബ്രെഡ് ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കണം. ഇതിന് ഇനി 1 കഷ്ണം മുറിച്ച് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് നോക്കിയാൽ എന്ത് നന്നായി വന്നിട്ടുണ്ടെന്ന്. ഒരു ചെറിയ കഷ്ണം മുറിച്ച് കഴിച്ച് നോക്കട്ടെ.
ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല കേട്ടോ, നല്ല രുചിയുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫീഡ്ബാക്ക് തരണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്നും പറയും പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ.